ചെക്കിംഗ് ആണോ? പോലീസ് ഇലക്ട്രിക്കലാണ്ടാ. കുമ്പാരി അപ്പൊ നമ്മൾ MT അതിന് 3 റൈഡിങ് മോഡ്സ് ആണല്ലോ ഉള്ളത്. അതായത് ഒരു B എന്ന് പറഞ്ഞ മോഡ് ഉണ്ട്, അത് റെയിൻ മോഡാണ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ മോഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡാണ്ടാ. അത് ഇട്ട് കഴിഞ്ഞാണല്ല വണ്ടിയുടെ സൗണ്ട് ആക്കിയ ഒരു വ്യത്യാസങ്ങൾ വരും. പിന്നെ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആവട്ടാ. 2 വണ്ടി ഓടിക്കുന്ന ഫീൽ കിട്ടും റെയിൻ മോഡിൽ നിന്നും സ്പോർട്സ് മോഡിൽ കിട്ടാൻ. കണ്ടോട്ടാ, ഇതിപ്പോ ഒരു 80 എന്നൊക്കെ പുള്ളേണ്ടാ. എന്തൊക്കെയുണ്ട് പരിപാടി. അപ്പൊ നമ്മ ഒറ്റക്കൊക്കെ ജീവിക്കാൻ തുടങ്ങിയപ്പോണ്ടല്ലോ കുറെ കാര്യങ്ങളൊക്കെ നമ്മ പഠിച്ചിട്ടാ. അതായത് പണ്ടൊക്കെ നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ അമ്മച്ചയൊക്കെ അതും ഇതൊക്കെ ഉണ്ടാക്കി തരുമല്ലോ. എന്തൊരു സാധനം ഉണ്ടാക്കി പച്ചക്കറികളായിട്ടും പയറ്, പരിപ്പ്, വൻപയർ, ചെറുപയർ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുമല്ലോ. അപ്പോൾ അതൊന്നും നമുക്ക് കഴിക്കൂല. നമുക്ക് ആകെ മീൻ മാത്രമേ പറ്റുള്ളൂ. മീൻ ഞങ്ങളുടെ എപ്പോഴും ചാളയും കുറേ ഫ്രഷ് മീനൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ. പുഴമീനും കടൽ മീനൊക്കെ എപ്പോഴും, അതിലേക്ക് എപ്പോഴും പറഞ്ഞാൽ എല്ലാ ദിവസവും മീനായിരിക്കും വീട്ടിൽ. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചിക്കനാ ബീഫാ വല്ലതും വാങ്ങോട്ടോ. അത് ശനിയാഴ്ച രാത്രി വാങ്ങും, ശനിയാഴ്ച രാത്രി കഴിക്കും, പിറ്റേ ദിവസം കഴിക്കും. അങ്ങനെ 1 കിലോ അങ്ങനെ എന്തൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതുണ്ടെങ്കിൽ കഴിക്കോളും എന്നുള്ള രീതിയാണ്. നാട്ടിൽ അമ്മ ചെയ്തപോലത്തെ ഫുഡൊക്കെ തന്നെ വേണ്ടെന്നേ പറയുള്ളൂ. എപ്പോഴും മീനും ബീഫും ചിക്കനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ചോറ് കിട്ടാത്ത, കറി കിട്ടാത്ത അവസ്ഥ. ആരും ഇല്ലല്ലോ ഉണ്ടാക്കി തരാൻ. പണ്ടൊക്കെ അമ്മ ചായ, അമ്മ ചോറ് എന്നൊക്കെ പറയുമ്പോൾ ചോറും ചായയൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല. എല്ലാവർക്കും എനിക്കറിയാം. നമ്മളെ പുറത്തു പോയ ആൾക്കാർ, നാട് വിട്ട ആൾക്കാരുടെ അവസ്ഥയാണ്, നാട് വിട്ട പിള്ളേരുടെ അവസ്ഥയാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് പഠിക്കണം. ഇപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ അപ്പനൊക്കെ അമ്മച്ചിനെ പറഞ്ഞേക്കാം തലേ ദിവസം ചോറ് ഞാൻ കഴിക്കൂല. അനിയനൊക്കെ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട്, ബുൾ സൈഡ് അടിച്ചപ്പോൾ ഒരു സൈഡ് കാര്യം പറഞ്ഞാൽ അമ്മച്ചിനെ സീനാക്ക്. സുഖ ലൈഫല്ലേ. എനിക്കൊരു കൂട്ടാനാടാ പയർ കറി വെക്കും, പയർ പരിപ്പും വെക്കും. എൻ്റെ പൊന്നും എന്ത് ടേസ്റ്റാണെന്നറിയാമോ. ഇപ്പം എൻ്റെ അവസ്ഥ ഇതാണ്. ചോറായാൽ മതി. സുരേഖയാണോ ജയാണോ കുത്തരിയാണെന്നും കുഴപ്പമില്ല, ചോറായാൽ മതി. ചില നാട്ടിലെ പെണ്ണ് കിട്ടാത്ത ചേട്ടന്മാരല്ലേ, പെണ്ണായാൽ മതി. ആ ഒരു അവസ്ഥ ഉണ്ടാവും ഇപ്പം. ആ മുറ്റത്തെ മുല്ലക്ക് മണവില്ല എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ എന്താ പറയാ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറയില്ല. അതേപോലെയൊക്കെ തന്നെ ഉണ്ടായി ഇതിൻ്റെ കാര്യം. ഉള്ളപ്പോൾ നമ്മ വേണ്ടെന്ന് പറയും, കിട്ടാണ്ടാകുമ്പോഴേക്കും നമുക്കത് മിസ് ചെയ്യും. അപ്പോൾ ചേട്ടന്മാരനിയന്മാരൊക്കെ ഇത് കാണാണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് കഴിച്ചോട്ടെ. അത്ര ഞാൻ പറയാനുള്ളൂ. അപ്പോൾ മറ്റു വേറെ വീഡിയോ ആയിട്ട് കാണാട്ടാ.